ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം തൻ്റെ ജനങ്ങൾക്ക് നൽകിയ ആത്മീയ വരങ്ങളും കഴിവുകളും അത് ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു തിരുവചന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനം. ഈ ഭാഗത്തിൻ്റെ പ്രത്യേക സന്ദേശം ദൈവം വിളിക്കുന്നു, കഴിവുകൾ നൽകുന്നു, തൻ്റെ മഹത്വത്തിനായി അത് ഉപയോഗിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഓരോരുത്തർക്കും പ്രത്യേക കഴിവുകൾ നൽകുന്നത് തൻ്റെ മഹത്വത്തിനു വേണ്ടിയാണ് എന്ന ആ ഒരു വലിയ സത്യമാണ്. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ മനോഹരമായ പ്രഭാതത്തിന് തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കഴിവുകളും വരങ്ങളും അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ പ്രയോജനമുള്ള ഒരു ഉപകരണമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാ ധ്യാനം പുറപ്പാട് പുസ്തകം 35 അധ്യായം 25 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ്. സാമർഥ്യമുള്ള സ്ത്രീകളൊക്കെയും തങ്ങളുടെ കൈകൊണ്ട് നൂറ്റ നീലനൂലും ധൂമ്രനൂലും ചുവപ്പ് നൂലും പഞ്ഞിനൂലും കൊണ്ടുവന്നു. സാമർഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകളൊക്കെയും കോലാട്ട് രോമം നൂറ്റു. പ്രമാണികൾ ഏഫോദിനും പതക്കത്തിനും പതിക്കേണ്ടുന്ന കല്ലുകളും ഗോമേതക കല്ലുകളും വെളിച്ചത്തിനും അഭിഷേക തൈലത്തിനും സുഗന്ധ ധൂപത്തിനുമായി പരിമള ധൂപവർഗവും എണ്ണയും കൊണ്ടുവന്നു. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ച സകല പ്രവൃത്തിക്കുമായി കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളിൽ ഔദാര്യ മനസ്സുള്ള സകല പുരുഷന്മാരും സ്ത്രീകളും യഹോവയ്ക്ക് സ്വമേധദാനം കൊണ്ടുവന്നു. എന്നാൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്, നോക്കുവീൻ, യഹോവ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിക്കുവാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണിയും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. അവൻ്റെ മനസ്സിലും ദാൻ ഗോത്രത്തിൽ അഹീസാമാക്കിൻ്റെ മകനായ ഒഹലിയാബിൻ്റെ മനസ്സിലും മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ അവൻ തോന്നിച്ചിരുന്നു. കൊത്തുപണിക്കാരൻ്റെയും കൗശലപ്പണിക്കാരൻ്റെയും നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണി ചെയ്യുന്ന തയ്യൽക്കാരൻ്റെയും നെയ്ത്തുകാരൻ്റെയും ഏതുതരം ശില്പപ്പണി ചെയ്യുന്നവരുടെയും കൗശലപ്പണികൾ സങ്കല്പിച്ചുണ്ടാക്കുന്നവരുടെയും സകലവിധ പ്രവൃത്തിയും ചെയ്യുവാൻ അവൻ അവരെ മനസ്സിൽ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആമീൻ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ നാം ഈ കേട്ട തിരുവചന ഭാഗത്തിൽ സ്ത്രീകൾ നൂൽ നെയ്യുകയും ജനങ്ങൾ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നതും ബസലേലിനെയും ഒഹലിയാബിനെയും ദൈവം തൻ്റെ ആത്മാവിനാൽ നിറച്ച് വിവിധ കരകൗശല ജോലികൾക്കായി ഒരുക്കുന്നതുമാണ് നാം ഈ തിരുവചന ഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇതു നമ്മെ ഒരു വലിയ ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ രാജ്യത്തിൽ ചെറുതായൊരു കഴിവ് പോലും അത് ഏറ്റവും വിലയേറിയതാണ്. ഒരാൾ പഠിപ്പിക്കുന്നു, ഒരാൾ പാടുന്നു, ഒരാൾ പ്രാർത്ഥിക്കുന്നു, ഒരാൾ സഹായിക്കുന്നു, മറ്റൊരാൾ നിർമ്മിക്കുന്നു. എന്നാൽ എല്ലാവരും ചേർന്നാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി പൂർത്തിയാകുന്നത്. ദൈവം നമുക്ക് കഴിവ് തരുന്നത് പ്രശസ്തിക്ക് വേണ്ടിയല്ല,
അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ദൈവം എനിക്കു നൽകിയ കഴിവെന്താണ്? അതു ഞാൻ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ? എൻ്റെ കഴിവിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടോ? പ്രിയരെ, ദൈവം വിളിക്കുന്നവരെ അവിടുന്ന് ഒരുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ ഓരോ കഴിവിനും തമ്പുരാനെ ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടട്ടെ. അഹങ്കാരത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചു കൊള്ളണമേ. വിനയത്തോടും സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുന്ന് നൽകിയ വരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ അനേകരെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു സാക്ഷിയായിരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.